പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ആണ്. നമ്മൾ പാരലൽ ലൈൻസും ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രയാങ്കിളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ദി ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദി ഫിഗർ ആർ പാരലൽ. ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. Calculate the other angles of the triangle. We need to find out the angles of this triangle and this triangle. അപ്പോൾ അതിൽ ആദ്യത്തെ ആംഗിൾ നോക്കാം. ഈ ആംഗിൾ ദി ടോപ്പ് ആംഗിൾ ഓഫ് ദി ഫസ്റ്റ് ബോട്ടം ട്രയാംഗിൾ. അപ്പോൾ ടോപ്പ് ആംഗിൾ 1. വി നോ ദാറ്റ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിളും 45 ഡിഗ്രിയും ഈ ആംഗിൾ 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1 കാണാൻ എന്ത് ചെയ്യണം? 180യിൽ നിന്ന് ഈ 35ഉം 45ഉം കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 180 മൈനസ് ഓഫ് 35 പ്ലസ് 45. കാരണം സം ഓഫ് ദീസ് 3 angles ഈസ് ഓൾവേസ് 180 ഡിഗ്രി and 2 angles are drawn. So in order to find out the third angle, these 2 angles are subtracted from 180. So we get 180 minus of 35 plus 45. 35 plus 45 is 80. That is 180 minus 80, that is 100 degrees angle 1. Angle 100 degree ആകുമ്പോൾ ഈ ആംഗിൾ എത്ര വരണം? ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. രണ്ട് ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1 ഈക്വൽ ആണ് ആംഗിൾ 2. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ആർ ഈക്വൽ. Therefore ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ദിസ് 100 itself. ഇത് 100 ആകുമ്പോൾ ഇതും 100 ആണ്. Also we know that these two lines are parallel. The parallel ആകുമ്പോൾ this angle and this angle are alternate angles because this is the transversal line. These two lines are parallel. All 3 and this angle also alternate angle. ഇത് രണ്ടും parallel ആണ്. ഇതൊരു transversal line ആണ്. Angle 3 will be equal to 45 degree. So ഈ ആംഗിൾ 45 ആയതുകൊണ്ട് ആംഗിൾ 3 45 എന്ന് കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ 4ഉം ഇതുപോലെ 35. ഇത് 35, ഇത് 45. അപ്പോൾ ഈ 3 ആംഗിൾസ് നമുക്ക് കിട്ടി. അപ്പോൾ ആംഗിൾ 4 35, ആംഗിൾ 3 45, ആംഗിൾ 1 100, ആംഗിൾ 2 100. സോ എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഒരു പ്രോബ്ലം കൂടി ഇതുപോലെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇവിടെ ദിസ് സ്ലാന്റഡ് ലൈൻ, ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ഈ രണ്ട് ലൈൻ, അതായത് റൈറ്റിലേക്ക് സ്ലാന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലൈൻസും പാരലൽ ആണ്, ലെഫ്റ്റിലേക്ക് സ്ലാന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലൈൻസും പാരലൽ ആണ്. അങ്ങനെ പാരലൽ ആയിട്ട് ഉള്ള ഈ ഫിഗറിൽ this angle is 70 given and this angle is 60 given. We are asked to find out the other angles. So here angle 1. What is angle 1? These two lines are parallel. This is 70 degree. This is the transversal line. So these two angles are alternate angles. So this is 70. Angle 1 equal to 70. രണ്ട് parallel lines ആണ്. ഒരു transversal ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അത് 70 ഡിഗ്രി ആവും. ഇനി അടുത്ത ആംഗിൾ നോക്കാം. അടുത്ത ആംഗിൾ ഏതാണ്? 2 കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇത് കിട്ടി. ഇത് 60 ആണെന്നറിയാം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ, തേർഡ് ആംഗിൾ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. എങ്ങനെയാണ്? ആംഗിൾ 1ഉം ആംഗിൾ 2 60 ഡിഗ്രി ആംഗിളും ആംഗിൾ 1ഉം കൂടി ആഡ് ചെയ്തിട്ട് 180 കുറയ്ക്കുന്നതായിരിക്കും ആംഗിൾ 2. ബിക്കോസ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ angle 2 is equal to 180 minus of 60 plus angle 1, and angle 1 is 70. So 180 minus of 60 plus 70. So 60 plus 70 is 130. 180 minus 130, that is angle 2 equal to 50 degree. അപ്പോൾ angle 2 50 കിട്ടി. angle 1 അത് നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു 70 ഡിഗ്രി. ഇനി നമുക്ക് ഈ ട്രയാംഗിളിന്റെ ആംഗിളിലേക്ക് പോകാം. ഇവിടെയും ഇങ്ങനെ പാരലൽ ലൈൻസ് ഉണ്ട്, ഇങ്ങനെയും പാരലൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ആംഗിൾ 3 എന്ന് പറയുന്നത് കണ്ടോ, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇതൊരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. അപ്പോൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾ 3 ഈക്വൽ ടു 70 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആംഗിൾ 3 70 ഡിഗ്രി. ഇനി അതുപോലെ തന്നെ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്.
ഈ ആംഗിൾ തന്നെ ആയിരിക്കില്ലേ ആംഗിള്, കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ്, അതായത് ഒരേ സൈഡിലുള്ള കോഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ. അപ്പൊ ആംഗിൾ 3യും 70 കിട്ടി. ആംഗിൾ 4 അതുപോലെ തന്നെ ഇത് 60 ആകുമ്പോൾ ഇത് 60. ആംഗിൾ 4 = 60, ആംഗിൾ 3 = 70. ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. ഇവിടെ ആംഗിൾ 2 നമുക്ക് കിട്ടി 50, അപ്പോൾ ഈ ആംഗിൾ 50 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 180 3ഉം 4ഉം സബ്ട്രാക്ട് ചെയ്യാം. 180 മൈനസ് ഓഫ് 3 + 4 gives 5. അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി വെച്ച് ഇത് രണ്ടും പാരലാണ്. അപ്പൊ ആംഗിൾ 2 തന്നെയാണ് ആംഗിൾ 5. ആംഗിൾ 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 50, ആംഗിൾ 5 50 തന്നെ കിട്ടിയത്. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാംഗിൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. അപ്പൊ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പെട്ടെന്ന് ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ, ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ. അങ്ങനെ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി വെച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചും രണ്ട് ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 180 സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കില് ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. എ ട്രയാംഗിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലലോഗ്രാം, കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദിസ് ട്രയാംഗിൾ. അപ്പൊ ഇവിടെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ ഉള്ളില് ഒരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. This angle is 60 and this angle is 30. It is given. ഈ പാരലലോഗ്രാമില് this angle is 60 degree, this angle is 30. It is given. And this is a parallelogram, means these two are parallel lines. These two are parallel lines. അപ്പോൾ what will be the sum of this angle and this whole angle? പാരലലോഗ്രാമിന്റെ അടുത്തടുത്ത ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അടുത്തടുത്ത രണ്ട് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം 180 ആയിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും കോഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. അപ്പോ അല്ലെങ്കിൽ ഒരു വലിയ ആംഗിളും ഒരു ചെറിയ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി നേരത്തെ പറഞ്ഞല്ലോ, ആ കേസ് തന്നെ. അപ്പൊ ഇത് 110 ആകുമ്പോൾ ദീസ് ഹോൾ ആംഗിൾ ഈസ് ആംഗിൾ 1 എന്ന് പറയുന്നത്. ആംഗിൾ 1ഉം 110ഉം കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പൊ ആംഗിൾ 1 എത്ര വരണം? ആംഗിൾ 1 is equal to 180 minus 110, that is 70 degree. അപ്പോൾ ആംഗിൾ 1 the whole angle is 70 degree and this small angle is 30 degree. What will be this angle? What will be angle 2? ഈ സ്മോൾ ട്രയാംഗിളിന്റെ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ 2 എന്ന് പറയുന്നത് this whole angle 70യിൽ നിന്ന് this small angle 30 കുറയ്ക്കുക. 70 minus 30, that is 40 degree is angle 2. In the same way, this angle is 110. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. 110 തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്താൽ 180 ഈ പറഞ്ഞ 70 സബ്ട്രാക്ട് ചെയ്താലും കിട്ടും. ആംഗിൾ 3 എന്ന് പറയുന്നത് 110 തന്നെയായിരിക്കും. ആംഗിൾ 3 is equal to 110. So angle 3 110 കിട്ടി. And this small angle is 60 degree. അപ്പോൾ ഈ whole angle is 110. ഈ 110 ചെയ്യുന്നത് ഈ 60 കുറയ്ക്കുമ്പോൾ ഈ സ്മോൾ ആംഗിൾ കിട്ടും. അപ്പോൾ ആംഗിൾ 4 is equal to 110 minus 60, that is 50. അപ്പോൾ ആംഗിൾ 4 50 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഒന്നാമത് പറയാം. ഇത് 110 ആകുമ്പോൾ this whole angle 110, this small angle is 60. So angle 4 is equal to 110 minus 60, that is 50. അപ്പോൾ ഈ ആംഗിൾ 50 കിട്ടി. Now we got the two angles of a triangle, so we can find out the third angle. Sum of three angles is equal to 180 degree. അപ്പോൾ ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ആംഗിൾ 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ്. അപ്പോൾ ആംഗിൾ 5 ആണെങ്കിൽ 180യിൽ നിന്ന് ഈ രണ്ട് ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്താണ്. അപ്പോൾ 180 മൈനസ് ഓഫ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4. ആൻഡ് ആംഗിൾ 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചതാണ് 40. ആംഗിൾ 4 എന്ന് പറഞ്ഞാൽ 50 ആണ്. 180യിൽ നിന്ന് 40യും 50യും, അതായത് 180 മൈനസ് ഓഫ് 90, ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾസ് നമ്മളോട് കാണാൻ പറഞ്ഞ ഈ സ്മോൾ ട്രയാംഗിൾ ആംഗിൾസ് ആണ്. അതൊക്കെ കിട്ടി. ആംഗിൾ 2 40 കിട്ടി, ആംഗിൾ 4 50 കിട്ടി, ആംഗിൾ 5 90 കിട്ടി. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.